പേടിക്കണ്ട, ഇവന്മാരെ വിശ്രമ സമയം ആനന്ദകരമാക്കാൻ ഞാനൊരു ഷോ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാനേ തന്നോടൊരു കാര്യം ചോദിക്കാതിരിക്കുമായിരുന്നു. ഈ മണിമാല മണിമാല എന്ന് കുഞ്ഞുനാളി മുതൽ കേൾക്കുന്നല്ലാതെ അതിന്റെ പ്രത്യേകതകള് ഇപ്പോഴും എനിക്കറിയില്ല. നല്ല വില കിട്ടുമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ തിരക്കാനും പോയിട്ടില്ല. ഇത്രയൊക്കെ ആയിട്ടും താൻ അത് എനിക്ക് തരാൻ മടിക്കുന്നുണ്ടെങ്കിൽ അതിലെന്തോ വലിയ പ്രത്യേകതകൾ കാണുമല്ലോ. എന്താ വെറുതെ പറ, ഞങ്ങളൊക്കെ ഒന്ന് കേട്ട് രസിക്കട്ടെ. പറയണു. നരേന്ദ്ര, നിനക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാ നീ അതിനുവേണ്ടി ഇങ്ങനെ നടക്കുന്നത്. അത് നിന്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടിയ അന്ന് നിന്റെ മരണമാകും നരേന്ദ്ര. ദേവിയുടെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന മാലയാണ് മണിമാല എന്ന ചരിത്രം. മനസ്സ് ശുദ്ധിയല്ലാതെ അത് തൊടാനോ ഉപയോഗിക്കാനോ പാടില്ല. ദേവിയുടെ സന്നിധിയിൽ നിന്ന് മണിമാല എടുത്ത അടുത്ത പൗർണമിയിൽ അത് ദേവി സന്നിധിയിൽ തിരിച്ചു വയ്ക്കണം. 12 വർഷത്തിലൊരിക്കൽ ചെയ്തു വന്നിരുന്ന ആചാരം തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും മരണത്തോടെ അത് ആചാര ലംഘനമായി മാറും. മണിമാല തിരികെ വെക്കാത്തത് കൊണ്ട് കഴുത്ത് അമർഷത്തില്ല ദേവി. ഇപ്പോ നാശനഷ്ടങ്ങൾ ഉണ്ടാവും, ആപത്തുകൾ വരും. എല്ലാ പൗർണമിയിലും എന്റെ മോള് കല്യാണി പൂജിക്കുന്നത് കൊണ്ടാണ് ദേവി കോപം ഉണ്ടാകാതിരിക്കുന്നത്.